എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന അതേപോലെ തന്നെ ആളുകൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സൂപ്പർസ്റ്റിഷൻ പരമായിട്ട് പ്രേതം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഈ ഒരു ജെൻസി കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് പ്രേതമൊന്നും ഇല്ല, അത്തരം സൂപ്പർസ്റ്റിഷനുകളിൽ ആളുകൾ വിശ്വസിക്കുന്നില്ല. മലയാളത്തിൽ എനിക്ക് ഇതുവരെ അത്ര ഹൊററായിട്ടൊന്നും തോന്നി, എല്ലാം കോമഡി ആയിട്ടാണ് ലാസ്റ്റ് തോന്നുന്നത്. പിന്നെ ഈ അടുത്ത് ഭൂതകാലം, ഷൈനികത്തിന്റെ ഭൂതകാലം നല്ലൊരു ഹൊറർ മൂവി ആയിട്ട് ഫീൽ ചെയ്തു. കുറെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ അൺവാണ്ടഡ് ആയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതും അനാവശ്യമായിട്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാം മറന്ന് നമ്മളൊരു 3 മണിക്കൂർ നമ്മളെ ലൈഫിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ കാണുമ്പോൾ മറ്റേ ആളെ ഭാഗത്തുനിന്ന് ഒരു വെറുപ്പിക്കൽ എന്നുള്ള രീതിയിലൊന്നും വരാതൊക്കെ നമ്മളെ കടമയാണ്. അപ്പോൾ തിയേറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും വിഷ്വലി കാണുന്നതാണ് നമുക്ക് കണക്റ്റ് ആവുക. കാരണം റീഡിങ് ഇമാജിനേഷനാണ്, അത് പലതരത്തിലേക്ക്. പക്ഷേ ഫിലിമിലാവുമ്പോൾ അത് കറക്റ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുക കാണുന്നതായിരിക്കും. ഇല്ല, പേടിയായിട്ടാ. കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ് സിനിമകൾ. കാലത്തിന്റെ മാറ്റങ്ങൾ എക്കാലത്തും സിനിമയിലും ഉണ്ടാവാറുണ്ട്. പലവിധ ജേണറുകൾ കാലഘട്ടത്തിനനുസൃതമായി മാറ്റിക്കൊണ്ട് സിനിമയിൽ അവതരിപ്പിക്കാറുമുണ്ട്. ത്രില്ലർ, ഹൊറർ, സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഇന്ന് വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നു. പഴയകാല ഹൊറർ സിനിമകളിലെ വാർപ്പ് മാതൃകളെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് പുതിയ കാല സംവിധായകർ. ഉള്ളടക്കത്തിലും സാങ്കേതികതയിലും മെച്ചപ്പെടുന്ന ഹൊറർ സിനിമകൾക്ക് മലയാളത്തിലും പ്രേക്ഷകർ ഏറെയാണ്. ഹൊറർ സിനിമകളെ കുറിച്ചും ഹൊറർ സിനിമ നൽകുന്ന തിയേറ്റർ അനുഭവങ്ങളെ പറ്റിയും പുതുതലമുറ പ്രതികരിക്കുന്നു. ഈ അടുത്ത് കണ്ടതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പേടിച്ചെന്നല്ല ഒരു ഹോണ്ട് ചെയ്ത ഒരു സിനിമ, ഹൊറർ സിനിമ ഏതായിരിക്കും? അത് മറ്റേ ആനബെല്ല. മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടി അത് പ്രേതത്തിന്റെ അങ്ങനെ ബേസിക്കലി അല്ല, പക്ഷെ കുറച്ചുകൂടി ഹൊറർ ത്രില്ലർ തന്നെയാണ്. നമ്മൾ 5-ാം പാതിര, അതുപോലെ ലോക എനിക്കിഷ്ടമാണ്. ലോക നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി തന്നെയാണ്. പിന്നെ പണ്ടത്തെ സിനിമയെ അപേക്ഷിക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര പേടിച്ച് കണ്ടൊരു മൂവിയാണ് ഈ കാഞ്ചന. കാഞ്ചന എന്ന് പറഞ്ഞ മൂവി അങ്ങനെയുള്ള ഭയങ്കര നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഇഷ്ടപ്പെട്ടത് ഈ അടുത്ത് ഡേസ്ര കണ്ടു, അത് ഇഷ്ടപ്പെട്ടു. അതിന് മേക്കിങ് മൊത്തത്തിൽ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ പടങ്ങൾ ഇറങ്ങുന്നത് കുറവാണല്ലോ, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ എനിക്ക് ഇതുവരെ അത്ര ഹൊററായിട്ടൊന്നും തോന്നി, എല്ലാം കോമഡി ആയിട്ടാണ് ലാസ്റ്റ് തോന്നുന്നത്. പിന്നെയും ഭൂതകാലം കുറച്ച് തോന്നിനു, ലാസ്റ്റത്തെ സീന് മാത്രം കുറെയൊക്കെ ലാഗിങ് ആണെങ്കിലും ലാസ്റ്റ് ഒരു പേടിച്ചിന പോലെ. ഇംഗ്ലീഷിൽ കാണുമ്പോൾ ഫസ്റ്റ് ഒക്കെ കോൺചറിങ്, അതേമാതിരി ജോക്കറിന്റെ IT അതൊക്കെ കുറെ പേടിച്ചിരുന്നു ഫസ്റ്റ് കണ്ട ടൈമില്. ഇപ്പൊ ഞാൻ കോമഡി ആയിട്ടാണ് അറിയില്ല. ഞാൻ ഹൊറർ സിനിമ ഒന്നും അങ്ങനെ കാണാനില്ല. പിന്നെ വിന്റർ, ജയറാമിന്റെ വിന്റർ നല്ലൊരു ഹൊറർ ഫിലിം ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് അങ്ങനെ ഹൊറർ ഫിലിം ഒന്നും കാണുന്ന അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ അടുത്ത് ഭൂതകാലം, ഷൈനികത്തിന്റെ ഭൂതകാലം നല്ലൊരു ഹൊറർ മൂവി ആയിരുന്നു. ഈയിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കണ്ട ഷൈനികത്തിന്റെ ഭൂതകാലമാണ്. എനിക്ക് ഭയങ്കര നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ബാക്കിയുള്ള ഫിലിമൊക്കെ പിന്നെ ഇംഗ്ലീഷ് മൂവി കൂടുതൽ ഇങ്ങനെ അത്ര പേടിക്കാനുള്ള ഒരു പ്രേതം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് മൂവീസ് എനിക്ക് അങ്ങനെ പേടിക്കാനുള്ള മാതിരി തോന്നിയില്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഈ ഫിലിം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും അത് നമുക്ക് ഭയങ്കര നമ്മളതിനെ കൊണ്ട് നടക്കും ആ ഫിലിം. കുറേ കാലം എനിക്ക് അതിന്റെ ഇത് നല്ലോണം ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ ഹൊറർ സിനിമകൾ ഉണ്ടല്ലോ മലയാളത്തിലെ, പിന്നെ ആകാശഗംഗ, ആ ഒരു 3 സിനിമകള്, ആ സിനിമന്റെ ഇപ്പം എങ്ങനെയാണ് ഡിഫറൻസ് എന്താ തോന്നുന്നത്? പണ്ടത്തത് വരുന്നത് പക്ക ഫിക്ഷനല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി വെള്ള സാരി അല്ലെങ്കിൽ ഒരു ലോജിക്കില്ല, അതാകുമ്പോ നമ്മൾ ഇമാജിൻ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴൊക്കെ പിന്നെ റിയാലിറ്റിയിൽ തന്നെ ഹൊറർ അല്ലെങ്കിൽ അങ്ങനെ ഹോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് മെന്റലി ഒരാൾ മാറുന്നത് അങ്ങനത്തേതായിട്ട്. പണ്ടത്തതൊക്കെ പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് ഭൂതം വരും അങ്ങനത്തേതല്ലേ. ഇപ്പൊ ലോകയിലാണെങ്കിലും ഇപ്പൊ യക്ഷി എന്ന് പറഞ്ഞാല് ആ ഒരു വെള്ളസാരി കോൺസെപ്റ്റ്, പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. പിന്നെ ആകാശഗംഗ, ലോകമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകാശഗംഗയില് വെള്ളസാരി എടുത്തിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുക, അങ്ങനെ ഒരു രീതിയിലാണല്ലോ. ഇപ്പൊ ലോകയിലേക്ക് ഇങ്ങനെ മൂവി ആ ഒരു ജേർണിയിലേക്ക് വരുമ്പോൾ ലോക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയല്ലോ. എല്ലാരും പറയാത്ത ഭയങ്കര ക്രിഞ്ചാണ് സാരി ഉടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് കുറച്ച് അങ്ങനത്തെ സിനിമ ഭയങ്കര ഇഷ്ടാട്ടോ. ഈ പറഞ്ഞ മാതിരി കള്ളിയങ്കാട്ട് നീലിന്റെ പിന്നെ ആകാശഗംഗാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ക്രിഞ്ചാണ്, എന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പം കളിക്കാട്ടി നീലി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ലോഹയിലെത്തിയപ്പോ നീലി എന്താ പറയാ യക്ഷി ബാഗി പാന്റ് റെഡ് കളറ് മുടി കളറൊക്കെ ചെയ്തിട്ട് ആ ഒരു കാലത്തിനനുസരിച്ച് എന്താ പറയാ യക്ഷിക്കാരും അതേമാതിരി സിനിമ മാറുന്നുണ്ട്, അതിനനുസരിച്ച് യക്ഷികളും മാറുന്നുണ്ട്. ഇംഗ്ലീഷ് മൂവീസിന്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് നമ്മൾ ഈ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പൊ എന്താ പറയാ ഒരു 3D 4D എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളെ ഈ ഒരു ഡയമെൻഷനിലൊന്നും ഒക്കാത്ത അല്ലെങ്കിൽ നടക്കാൻ നമ്മൾ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടായിരുന്നു അവർ സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം ടെക്നോളജി ഉണ്ട്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീസ് ആണ് അവരുടെ കൺട്രി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യ ആയിക്കോട്ടെ, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പൊ ടെക്നോളജിയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വളരെ നന്നായിട്ട് ഇപ്പൊ ഡെവലപ്പ് ആയിട്ടുണ്ട്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹോളിവുഡിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് മാറ്റം വരുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ട്. മലയാള സിനിമ ഇപ്പം വളരെ പുരോഗമിച്ചു വരുന്നുണ്ടെങ്കിലും പണ്ടത്തെ മലയാള സിനിമകള് ഇതാണ്, യക്ഷിമാരൊക്കെ കണ്ടാൽ പേടി തോന്നാത്ത ആൾക്കാർക്ക് ചെറിയ വരുന്ന രൂപത്തിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടാക്കിയത്. മെയിനായിട്ട് കാരണം ഇത് ജനറേഷന്റെ വ്യത്യാസമല്ല. ആ സമയത്ത് അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടി വന്നു, എനിക്കടക്കം പേടി വന്നിട്ടുണ്ട് വെള്ള സാരി എടുത്തൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വരുമ്പോൾ ഒരു രൂപമൊന്നുമില്ല, സൗണ്ട് എഫക്ട്സും മെയിനായിട്ട് എഡിറ്റിങ്ങിനാണ് നമ്മളെല്ലാവരും പേടിക്കുന്നത്. സൗണ്ടിനും എഡിറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോൾ അപ്പൊ അത് നല്ല ബ്രില്യന്റ് ആയിട്ടാണ് ഇപ്പത്തെ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ ഡേസർ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഇതുണ്ടായിരുന്നല്ലോ, ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന നല്ല ലേസ് പൊറിക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, ഒച്ച ചിരിക്കുന്നു, അപ്പൊ ചിരിക്കുന്നു. അതിനെ പറ്റിട്ട് എന്താ ഒപ്പീനിയൻ? എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കണം, അത് എങ്ങനെയാണ് നമ്മൾ ആസ്വാദനത്തെ ബാധിക്കുന്നത് എന്നുള്ളത്? ഇല്ല, എന്റെ തൊട്ട് മുന്നിലിരുന്ന ആളെ തന്നെ ഒരു എന്താ പറയാ, എനിക്ക് ഇങ്ങനെ ഒരു സീരിയസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ സൈലൻസ് വരുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒച്ചയും വിളി ഉണ്ടാക്കി ഒരു OTT കണ്ടാൽ മതിയെന്ന് വരെ തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ചില കേസിൽ സൗണ്ട്, ചില സീനുകളിൽ സൗണ്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കും, ചില സീനുകളിൽ സൗണ്ട് ഭയങ്കരമായിട്ട് ഹൈപ്പാക്കും. അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു ആകാംക്ഷപരമായിട്ട് ഇങ്ങനെ ഒരു ഫുൾ ഓഫ് ആങ്സൈറ്റിയിലായിരിക്കും ഈ മൂവി കാണല്. തിയേറ്ററിൽ കയറിയിട്ട് ഈ ലേസ് പൊട്ടിക്കല്, അനാവശ്യ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലോ ആണ് നഷ്ടപ്പെടുന്നത്, ആ ഒരു കണ്ടിന്യൂറ്റി ആണ് നഷ്ടപ്പെടുന്നത്. ഹൊറർ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് ആ ഒരു പേടിയിൽ, ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ആ സിനിമ കാണണം. അപ്പോൾ അത്തരം അൺവാണ്ടഡ് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും. ആ ഫ്ലോ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു എഫക്റ്റ്, നമുക്ക് ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു പഞ്ച് പോകും. പിന്നെ ആ സിനിമ കാണുന്ന ഒരു ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ അതിലൊരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ അൺവാണ്ടഡ് ആയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതും അനാവശ്യ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാം മറന്ന് നമ്മളൊരു 3 മണിക്കൂർ നമ്മളെ ലൈഫിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല അവിടെ ഭയങ്കര പീസ് ആൻഡ് കാം ആയിട്ടാണ് നമ്മളത് കാണാൻ ശ്രമിക്കുന്നതും. അപ്പൊ തിയേറ്ററിൽ എനിക്കും ബേസിക്കലി ഇത്തരം ഡിസ്ട്രാക്ഷനുകളോട് താല്പര്യമില്ല. ഒരാള് കാണുമ്പോ മറ്റേ ആളെ ഭാഗത്തുനിന്ന് എന്താ പറയാ ഒരു വെറുപ്പിക്കൽ എന്നുള്ള രീതിയിലൊന്നും വരാതൊക്കെ നമ്മളെ കടമയാണ്. അപ്പൊ തിയേറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും, അതായത് തിയേറ്ററിൽ കാണുമ്പോൾ ശാന്തമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. തിയേറ്ററിൽ പോകാറില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് OTT കാണുകയാണെങ്കിൽ തന്നെ TV-യിലിട്ട് വെച്ചിട്ടേക്ക് കാണാം. മൊബൈലിൽ സ്ക്രീൻ ചെറുതാവണതിനനുസരിച്ചിട്ടാണല്ലോ നമ്മളെ സറൗണ്ടിങ്സിനനുസരിച്ചിട്ട്. ഇപ്പൊ പോയി വെളിച്ചത്ത് പോയി പടം കണ്ടാൽ നമുക്ക് പേടിയൊന്നും വരില്ല. പക്ഷെ തിയേറ്ററിലാകുമ്പോൾ അതിന്റെ ഒരു വൈബ് തന്നെ സെറ്റ് ഉണ്ടാവും. അടുത്തിരിക്കുന്ന ആൾക്കാരെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഓരെന്താന്ന് അതും കൂടി നമ്മൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളൊറ്റക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഉമ്മറ്റിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കത് കിട്ടൂല. അതിന്റെ സറൗണ്ടിങ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇഷ്ടപ്പെട്ട് കാണാൻ, പ്രേത സിനിമ ഇഷ്ടപ്പെട്ട് കാണാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ പുറത്തുനിന്ന് പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവര് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓരോതാണ് നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോവാണെങ്കിൽ എന്റെ ബാക്കിൽ നിന്ന് നല്ല പേടിയുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ആ പേടി മാറാൻ വേണ്ടി അയാൾ സൗണ്ട് ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് കാണാനുള്ള എന്റെ ത്രില്ലിങ് മൊത്തം അവിടെ പോകുന്നത്. അത് ഭയങ്കര ബാഡാ, അത് ഭയങ്കര മോശം. ഞാൻ ഈയിടെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ കുറെ പേര് ഡൈസിറെ കാണാൻ പോയിട്ട് ബാക്കിയുള്ളവർക്ക് പേടിയാണ്, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റില്ല. അത് ശരിക്കും ഭയങ്കര ബാഡ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഏറ്റവും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എല്ലാ പടം പോയി തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണുന്നതാണ് ഏത് പടമായാലും, അതിപ്പോൾ കോമഡി ആയാലും ഹൊറർ ആയാലും എന്ത് പടമാണെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് ഇഷ്ടം. കാരണം ആ ഓഡിയൻസിന്റെ റിയാക്ഷൻ, പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങ് അതായത് 3 മണിക്കൂർ നമ്മൾ വേറെ തന്നെ ഏതോ ലോകത്തിലാണ്. അപ്പം എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തിയേറ്ററിൽ പോയി കാണാൻ. അത് ഒരു ഹൊറർ പടത്തിനൊക്കെ എഫക്റ്റ് വരണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ പോയി കാണണം. ഈ സിനിമകളല്ലാതെ ഈ ഹൊറർ വായനകളുണ്ടല്ലോ, നോവലുകള്, അതേ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അതായത് സിനിമകളാണോ നോവലുകളാണോ കുറച്ചുകൂടി നമ്മുടെ മനസ്സിലേക്ക് ആ ഹൊറർ എന്നുള്ള ഫീൽ തരുന്നത്?
ഇപ്പൊ ഭയങ്കര ഒരു പ്രശസ്തമായ ബുക്കില്ലേ രാത്രി 12 മണിക്ക് ശേഷം എല്ലാരും പറഞ്ഞു അത് വായിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല. ഉറങ്ങാൻ പറ്റായി അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ വിഷ്വൽ അല്ലേ കുറച്ചും കൂടി നല്ല. എനിക്ക് വായനേക്കാളും കുറച്ചും കൂടി വിഷ്വൽ എക്സ്പ്രഷൻ ആണ് കുറച്ചും കൂടി എന്റെ ഉള്ളിലേക്ക് കയറുക. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ണടച്ചില്ല, അതെല്ലാം നമ്മൾ കണ്ടേ ആ ഒരു സീൻ വരും. ഇപ്പൊ വായിച്ചാലും നമുക്ക് അത് വരില്ലല്ലോ. കുറച്ചും കൂടെ വിഷ്വലാണ് നല്ല. ഹൊറർ സ്റ്റോറീസ് വായിക്കലുണ്ടെങ്കിൽ ഒന്ന് വായിക്കുന്നതാണ് കുറച്ചും കൂടി കണക്ട് ആവാം. മൂവീസ് നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് കുറച്ച് ഡയറക്റ്റ് ബ്രില്യൻസ് കൂടി ഒരു ഘടകമാണല്ലോ അതില്. അപ്പോ അതില് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്ലാസ്റ്റിക് ഫീല് വരും. എഴുതുന്ന സമയത്ത് കറക്റ്റ് അത് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു പേടി. കോഴ്സ് വിഷ്വലി കാണുന്നതാണ് നമുക്ക് കണക്ട് ആവുക. കാരണം റീഡിങ് ഇമാജിനേഷനാണ്, അത് പലതരത്തിലേക്ക്. പക്ഷേ ഫിലിമിലാവുമ്പോൾ അത് കറക്റ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പം നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുക കാണുന്നതായിരിക്കും. രണ്ട് രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉറങ്ങുന്നതിന് മുന്നൊക്കെയാണ് അത് വായിക്കുന്നെങ്കിൽ നമുക്കൊരു സ്വപ്നമായിട്ടുള്ള ഒരു വൈബും അങ്ങനെ കിട്ടും. രണ്ട് രീതിയിൽ തന്നെയാണ്. സിനിമ കാണുമ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങൾ ഫോക്കസ്ലി കംപ്ലീറ്റ്ലി അത് നോക്കി അതിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ വായിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലിട്ടിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഡ്രാക്കുള പോലത്തെ ഒരു സിനിമ കാണുന്ന സമയത്ത് തോന്നാത്തൊരു പേടി വായിക്കുന്ന സമയത്ത് തോന്നാനുള്ള കാരണം നമ്മൾ നമ്മുടെ മൈൻഡിലിട്ടിട്ട് ഭയങ്കരമായിട്ട് അഡ്വാൻസ് ലെവലിൽ നമ്മളത് ചിന്തിച്ച് നമ്മൾ മൈൻഡിലിട്ട് സ്റ്റോറി ഉണ്ടാക്കും. ഇപ്പൊ ഹൊറർ ബേസ്ഡ് ആയിക്കോട്ടെ എല്ലാത്തതായിക്കോട്ടെ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇപ്പൊ പേടിയായിക്കോട്ടെ ചിലർക്ക് ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, പുസ്തകം വായിക്കുമ്പോൾ കരയുന്ന ഒരു സംഭവം നമ്മളിപ്പോ കാണുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. വായന എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡും നമ്മളെ റീഡിങ്ങും അത് ഭയങ്കരമായിട്ട് കണക്ഷൻ ചെയ്യും. മോർ ദാൻ നമ്മൾ ഈ വിഷ്വൽ എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ ഒരു കണക്ഷൻ ഉണ്ടാവും ബ്രെയിനും മൈൻഡും ഒക്കെ ആയിട്ട്. എനിക്ക് അതാണ് തോന്നുന്നത് ഒരു ഡിഫറൻസ്. റൈറ്റിംഗ് ആണെങ്കിൽ ഇപ്പം നോവൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മാക്സിമം അല്ലെങ്കിൽ മെജോറിറ്റി വായിക്കുക. കാരണം അല്ലാത്ത ഞാൻ ഭയങ്കരമായിട്ട് വായിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഫിലിം ഏറ്റവും ബെസ്റ്റ്. കാരണം ഈവൻ റീലിലാണെങ്കിലോ യൂട്യൂബ് ഷോർട്സിലാണെങ്കിലും ഓരോരു നോക്ക് അത് കാണും. ഓർക്ക് വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വിഷ്വൽ ആവുമ്പോൾ അതൊന്നുകൂടി കണക്ട് ആവും. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ബുക്സ് അധികം വായിക്കുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യാ എനിക്ക് വിഷ്വൽ എഫക്റ്റ് ആണ് എനിക്ക് വേണ്ടത്.